ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ മാസം പോട്ട് ചെയ്ത് വെച്ചതാണ്. നല്ല കൊലയാണ് ഇതിന്റെ ഫ്ലവർ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിക്കും അല്ലേ. വയലറ്റ് നമ്മൾ കാണിച്ചു വാങ്ങുന്നവർക്ക് 2 പ്ലാന്റ് ആക്കാം അല്ലേ. ഷൂട്ട്സ് കാണിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇന്ന് ഞാനൊരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഓർക്കിഡ്സിൻ്റെ ഒരു അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ളതും പിന്നെ അവിടെ സെയിലും ഉണ്ട്. അപ്പോൾ ആളിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണും. ഫുള്ള് ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ചെടി വളർത്തുന്ന ഒരു അന്തരീക്ഷം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് വേറെ വീട്ടിലേക്ക് പോകും. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കേട്ടോ ഇവിടെ അടിപൊളിയാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഇവിടെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഫിലോഡൻഡ്രോൺസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് സിന്ധു ചേച്ചി. അപ്പോൾ കുറേ നാളായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഒന്ന് എടുക്കാനായിട്ട്. അപ്പോൾ സിന്ധു ചേച്ചി ഓർക്കിഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ഒരു 2.5 വർഷമായി. അപ്പോൾ അതിന് മുന്നേ ഈ കാണുന്ന പ്ലാന്റും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഗാർഡൻ പ്ലാന്റ്സ് ആയിരുന്നു കൂടുതൽ. പിന്നെ ഇപ്പോൾ ഓർക്കിഡും കൂടെ വന്നതിന് ശേഷം ഇപ്പോൾ നോക്കാനുള്ള സമയം കൊണ്ട് പ്ലാന്റ്സ് ഓരോ 500 കൂടുതൽ പ്ലാന്റ്സ് ഇപ്പോൾ എൻ്റെ പോയി സമയം കിട്ടണ്ടേ. ഓക്കെ, ഇവിടെ ഒരുപാട് രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചേച്ചിക്ക് ഓൾറെഡി പ്ലാന്റ്സിൻ്റെ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിവിടെ കാണാൻ കഴിയും. ഇവിടെയൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഹാങ്ങിങ് ഒക്കെ ടെറാക്കോട്ടയൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ചേച്ചി നമുക്ക് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെ കണ്ടാൽ. ഇവിടെ അഡീനിയം ഇത് എത്ര നാളായതാണ് ചേച്ചി? അഡീനിയം ഇപ്പോൾ ഒരു 1.5 വർഷമായതല്ലേ. ഈ പ്ലാന്റിന് നല്ല പ്രായം ഉണ്ടാവുമല്ലോ അല്ലേ. നന്നായിട്ട് പ്രൂൺ ചെയ്ത് നന്നായിട്ട് പോട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ നെറ്റൊക്കെ ചെയ്ത് നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സ്പേസിൽ നല്ല ഒരുപാട് വെറൈറ്റീസ് അല്ലേ. ഇപ്പം 100 കൂടുതൽ വെറൈറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ വെറൈറ്റീസ് ആയിട്ട് നമ്മുടെ സിന്ധു ചേച്ചി നമുക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഓരോന്നായിട്ട് ഇത് ഡോൺ മേരി ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് സ്പേഷ്യസ് വെറൈറ്റീസ് ആണ്. പക്ഷേ ഇച്ചിരി നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ്. ഇത് നമുക്കിപ്പം നല്ല ബിഗ് പോട്ടിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ സൈസാണ്. ഫ്ലവറിംഗ് സ്റ്റേജിലുള്ളതാണ്. ഫ്ലവർ ഉണ്ട് ഇതിന്. ഇത് ബഡ് ഉണ്ട് ഇതില്. ഇതൊക്കെ നമുക്ക് ഇച്ചിരി നല്ല വെറൈറ്റിയാണ് വന്നിട്ടുള്ളത്. ഇപ്പം ബിഗ് പോട്ടിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു ലാവൻഡർ കളർ. ഇത് സ്ക്വയറൽ ടൈൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഇതാണ് കേട്ടോ. സ്ക്വയർ ടൈൽ. ഇത് ഡെൻഡ്രോബിയാണ്. ഇത് നല്ല കൊലകുത്തി നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ ഫ്ലവർ 2 മാസത്തിൽ കൂടുതൽ നിൽക്കും. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ ഫ്ലവറാണിത്. അതൊക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. പിന്നെ ഇപ്പൊ എൻ്റെ അടുത്തുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇത് ഡെൻഡ്രോബിയത്തിന്റെ സലായ ബ്രൗൺ എന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. സലായ ബ്രൗൺ. സോണിയ ഇറസാക്കിൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കേട്ടോ. ഇത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്ലവറാണ്. കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളതാണല്ലേ. ഇത് സോണിയയുടെ വൈറ്റും ഉണ്ട് നമ്മുടെ അടുത്ത്. രണ്ടുമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് എന്ത് വെറൈറ്റിയാണ്? ഞാൻ ഫസ്റ്റ് ടൈം കാണുക. ഇത് ഹൈബ്രിഡ് ഗ്രീൻ ഗ്രാമറ്റോഫൈല. ഓക്കെ, ഇത് നമ്മുടെ ലോകത്തിലേക്കും പറ്റിയ ഏറ്റവും വലിയ ഓർക്കിഡ്സ് ആണ് ഈ ഗ്രാമറ്റോഫൈല. ഓക്കെ, നല്ല വലിയ ലീഫ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. ഇത് നല്ല ബിഗ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, ഇത് സെയിൽ പ്ലാന്റ് അല്ലേ? സെയിൽ പ്ലാന്റ് സൈസ് അല്ലേ? ഓക്കെ. ഓർക്കിഡ് ലവേഴ്സിനൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നീറ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് ചേച്ചി. ഇത് ഒരു ടെസ്റ്റ് വെറൈറ്റിയാ കേട്ടോ. ഓക്കെ, ഇതിന്റെ ഫ്ലവർ ഇങ്ങനെയാണോ? ഓക്കെ. ഇതൊക്കെ ഇവിടെ വിരിയോന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ വന്നിട്ട് എനിക്ക് വിരിഞ്ഞ ഫ്ലവറാണിത്. കുറച്ച് ഫ്ലവറൊക്കെ വിരിഞ്ഞു. ഇതിപ്പോ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ 1.5 മാസം ആയതാണ്. ഇത് വിദേശിയാണോ? നമുക്ക് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന തായ്ലൻഡ് പ്ലാന്റ്സുകളാണ് എന്റെ കയ്യിലുള്ളത്. നോർമൽ വെറൈറ്റീസ് ഒന്നും എന്റെ കയ്യിലില്ല. ഇത് ഡെൻഡ്രോബിയത്തിന്റെ ബൗവി യെല്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ കണിക്കൊന്നയുടെ ഒക്കെ പോലെ അല്ലേ. നല്ല രസമുണ്ട് അതിന്റെ ഫ്ലവർ. നല്ല കൊലയായിട്ട്. ഇത് ഫസ്റ്റ് ഫ്ലവർ ആണിത്. പക്ഷെ പ്ലാന്റ് കണ്ടോ നല്ല അടിപൊളി ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതെ അതെ, ഒരുപാട് ഷൂട്ട്സ് ഉണ്ടല്ലേ. ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്. നല്ല റൂട്ട്സ് ഒക്കെ ഉള്ള കേട്ടോ.
ചേച്ചി ഇതെങ്ങനെയാ കൊടുക്കുന്നത്? കൊറിയർ വഴി അയച്ചു കൊടുക്കത്തില്ലേ? കൊറിയർ വഴിയാണ്. ഞാനിപ്പോ ഓൺലൈൻ സെയിലാണ് കൂടുതൽ ചെയ്യുന്നത്. കുറച്ച് പേര് മാത്രമേ ഇവിടെ വന്നെടുത്തിട്ടുള്ളൂ. വന്നെടുക്കുന്നവർക്ക് വന്നെടുക്കാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ. പക്ഷെ എന്തായാലും വാങ്ങിക്കുന്നവർക്ക് വേർത്താണ്. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ഒക്കെ കണ്ടോ പ്ലാന്റിൻ്റെ. അപ്പോൾ കൊറിയർ അയച്ചു കഴിഞ്ഞാലും നല്ല സേഫായിട്ട് തന്നെ പ്ലാന്റ് അങ്ങ് കിട്ടുകയും ചെയ്യും. ഇത് ഡെൻഡ്രോബിയത്തിന്റെ മിയാക്കി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി. ഇപ്പൊ ഇതിന്റെ കണ്ടോ, ഇതിന്റെ സ്റ്റെമ്മിലാണ് ഇതിന്റെ ബഡ് വരുന്നത് കണ്ടോ. ഓക്കെ. ഈ ലീവ്സ് എല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഇതിന്റെ സ്റ്റെമ്മിലാണ് ബഡ് വരുന്നത്. ബഡ്സ് ആണ് അത് ബഡ്സാ. ഇപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ ഇല പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ ഇതൊക്കെ ഇനിയിപ്പോ ഈ ലീഫ് പോയി ഇതിലെല്ലാം കംപ്ലീറ്റ് ബഡ് വരും. ഓക്കെ. അതിന്റെ സ്റ്റെമ്മിലാണ് ബഡ് വരുന്നത് അല്ലേ? ബഡ് വരുന്നത് കണ്ടോ, ഇതുപോലെ സ്റ്റെമ്മിലാണ് ബഡ് വരുന്നത്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി നോബിൾ വെറൈറ്റീസ് ആകട്ടോ. നോബിളിന്റെ പ്യൂർ വൈറ്റും ഉണ്ട്, നോബിള് പിങ്കും ഉണ്ട്. പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഓക്കെ. 2 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ. ഓർക്കിഡ് ലവേഴ്സിനൊക്കെ കറക്റ്റായിട്ട് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അതിൻ്റെ കളക്ഷനൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ വേറൊരു വെറൈറ്റി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഒൺസീഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്, വായ്പായി ഒൺസീഡിയ. ഓക്കെ. നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുള്ള ഫ്ലവറാണത്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ അരിഡാങ് ബ്ലൂ. ഓക്കെ. നല്ല ഭംഗിയുണ്ടല്ലേ? ഇതിപ്പോൾ ഫ്ലവർ വന്നിട്ട് 1.5 മാസം ആയതാണ്. ഓർക്കിഡ്സിന്റെ പ്രത്യേകതയാണല്ലേ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. അതെ. കുറേ നാള് നിൽക്കും. വലിയ പ്ലാന്റ്. ഇത് ചെറി പിങ്ക്. ഇത് ഡെൻഡ്രോബിയാണ്, ചെറി പിങ്ക്. ഓക്കെ. പോട്ടിലാണ് ഇത് വരുന്നത്. ഇതൊക്കെ ഫ്ലവർ ഇപ്പോൾ ഒരു ഇത്രത്തോളം വലിയ പോട്ടാണ് കേട്ടോ. ഇതിന്റെ ഫ്ലവർ ഇപ്പോൾ 2 മാസം കഴിഞ്ഞതാ. ഒരു വയലറ്റ് നമ്മൾ കാണിച്ചില്ല. അട്രാക്റ്റീവ് കളറാണ്. അതെന്താ 2 പ്ലാന്റ് ആണോ അതോ? അത് 2 സീഡ്ലിംഗ് ആണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ വന്ന സീഡ്ലിംഗ് ഫ്ലവർ ആയിരിക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇപ്പൊ വരുന്ന സീഡ്ലിംഗ് എല്ലാം നല്ല വലിയ സീഡ്ലിംഗ് ആണ് നമുക്ക് വരുന്നത്. അത് 2 വെറൈറ്റി ഇപ്പൊ ബഡ് വന്നിട്ടുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതും ഡെൻഡ്രോബിയത്തിന്റെ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ കറക്റ്റായിട്ട് ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓഹോ, ഐഡിയ അറിയത്തില്ല അല്ലേ? വലിയ പ്ലാന്റ് ആണ്. അത് ചേച്ചിയുടെ കളക്ഷനിലുള്ള പ്ലാന്റ് അല്ലേ? കളക്ഷനുള്ള പ്ലാന്റ് ഒരുപാട് എണ്ണത്തിന് എനിക്കിപ്പോ ഐഡിയ ഇല്ല. ഓക്കെ. ഫ്ലവറാണല്ലേ? ഇത് സീസർ വെറൈറ്റി കേട്ടോ. ഓക്കെ. ഇതൊക്കെ ഫ്ലവർ ഒരു 3 മാസമെങ്കിലും നിൽക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ആണ് ഫ്ലവർ. നല്ല ലൈഫാണ് കേട്ടോ. ഓക്കെ. ഇതൊക്കെ സീഡ്ലിങ്സ് കൊടുക്കാനുണ്ടാവും? ഉണ്ടല്ലേ? ഇത് ഒൺസീഡിയത്തിന്റെ ഒരു വെറൈറ്റിയാ കേട്ടോ. കൊച്ചാറ്റ. ഒൺസീഡിയത്തിന്റെ ഒരു കൊച്ചാറ്റ. നമ്മുടെ ഒരു മലയാളി പേര് പോലെ അല്ലേ? നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്, ഒരു വെറൈറ്റി ആണല്ലേ? ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ്. മിനി നിമോ. ഇതൊക്കെ കോമ്പാക്റ്റ് വെറൈറ്റിയിൽ പെടുന്നതാണ്. മിനി നിമോ. ഇപ്പോൾ എല്ലാം നിറയെ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് എനിക്ക്. എല്ലാം നല്ല ബഡുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകൾ. ഇത് സെയിൽ പ്ലാന്റ് സൈസ് അല്ലേ? ഇതെല്ലാം സെയിലാ. ഓക്കെ. ഇത് ഡെൻഡ്രോബിയത്തിന്റെ റിബൺ യെല്ലോ ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ. എൻ്റെ ലീഫിന് ഞാനൊരു പ്രത്യേകത ഉണ്ടല്ലേ? ഇനി ഇതിലും വലിയ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാം ഇപ്പൊ റൂട്ട് വന്നിട്ട് ഇപ്പൊ എല്ലാം ഈ ഇതിലങ്ങ് ചുറ്റി ഇരിക്കുന്നതുകൊണ്ട് എടുക്കാൻ വലിയ പാടാ. അതിന്റെ പ്ലാന്റ്സ് ആണ് ഈ ഇരിക്കുന്നതല്ല അല്ലേ? ഇത് ഡെൻഡ്രോബിയത്തിന്റെ ഹൈബ്രിഡ് ഡിസ്കളർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് എൻ്റെ അടുത്തുണ്ട്. എല്ലാം കണ്ടോ. ഇപ്പോൾ ഡബിൾ സ്പൈക്ക്, സിംഗിൾ സ്പൈക്ക്, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇപ്പം ബഡ് വന്നിട്ടേ ഉള്ളൂ അല്ലേ? ഡെൻഡ്രോബിയം ബ്രൗൺ സ്പൈഡർ. പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടോ. നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ. എന്താ വലിപ്പമൊന്നും ഉണ്ടോ പ്ലാന്റ്സിന്. അതേത് വെറൈറ്റിയാ? ഇത് ഡെൻഡ്രോബിയത്തിന്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാ കേട്ടോ. ബ്ലാക്ക് പക്വ. ഓക്കെ. ഇത് ഇച്ചിരി നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ബിഗ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ് കയ്യിൽ കിട്ടിയത്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടെല്ലാം നല്ല റൂട്ടൊക്കെ വന്ന് നന്നായിട്ട് നല്ല വളർന്ന് നല്ല ഇതായിട്ട് ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വന്ന പ്ലാന്റ്സ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. ഉത്തായി മിനി ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഫ്ലവർ കണ്ടോ എന്ത് രസമാണെന്ന് കണ്ടോ. അതെ അതെ. ഇതൊക്കെ നല്ല ഡബിൾ സ്പൈക്കാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഫസ്റ്റ് ഫ്ലവർ ആകട്ടെ ഇതിൻ്റെയൊക്കെ. ഓക്കെ. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ കിങ് ഡ്രാഗൺ ബിഗ് ലിപ്പ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ വലിപ്പം കണ്ടോ. ഇത് ഇച്ചിരി ചെറുതാണ്. ഇതിൻ്റെ ഇരട്ടി ഉണ്ടാകും ഓരോ ഫ്ലവർ. അത്ര വലിപ്പമാണ്. പക്ഷേ ലോങ് ലാസ്റ്റിക് ആണ് കേട്ടോ. ഫ്ലവർ ഒരു 3 മാസമെങ്കിലും കുറഞ്ഞത് നിൽക്കും. നല്ല ബുഷി പ്ലാന്റ് ആണ് കണ്ടോ. അതെ. നല്ല ഹെൽത്തി അല്ലേ? അതെ അതെ. ഇത് ടിസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ. ഓക്കെ. ഇത് ഇൻഡോർ ടിസ്റ്റിന്റെ പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സൈസ് ഒക്കെ കണ്ടോ. നല്ല ഹെൽത്തി, നല്ല വലിയ സൈസ് അല്ലേ പ്ലാന്റ്? ഭയങ്കര സൈസാണ്. ഇതൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സേഫ് ആയിട്ട് തന്നെ അങ്ങ്
ചെല്ലാറുണ്ടല്ലേ? ഓർക്കിഡ്സ് എനിക്ക് തോന്നുന്നു അധികം ഒരു വാട്ടമോ കാര്യങ്ങളോ ഒന്നും വരില്ല അല്ലേ? നല്ല സേഫ് ആയിട്ട് അങ്ങ് എത്തുകയും ചെയ്യും. നാളെ കിട്ടിയില്ല മറ്റന്നാളങ്ങ് കിട്ടുമല്ലോ. ഓക്കെ. കേരളത്തിന് പുറത്തോട്ട് അയക്കാറുണ്ടോ? കേരളത്തിന് പുറത്തേക്ക് ഇപ്പം ചെന്നൈയിലേക്ക് അയച്ചിട്ടുണ്ടല്ലേ? സേഫ് ആയിട്ട് അങ്ങ് കിട്ടിക്കോളും. എനിക്ക് തോന്നുന്നു വലിയ റിസ്ക് ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ ഓർക്കിഡ് അല്ലേ? ഇതും ഡെൻഡ്രോബിയത്തിന്റെ ഒരു വെറൈറ്റിയാണ്. ഷിക്കാഗോ ലാസ്യാന്ത്രര എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കേട്ടോ. പ്ലാന്റ് സൈസ് കണ്ടോ? അതെ, വലിയ പ്ലാന്റ്. ഇതെല്ലാം കൊടുക്കാനുള്ളതല്ലേ? എല്ലാ സൈഡിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പൊ ഇതിലുള്ളത്. ഡെൻഡ്രോബിയത്തിന്റെ സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഇച്ചിരി നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ്. ഇതിന്റെ ഫ്ലവർ യെല്ലോ കളറാണ്. ഓക്കെ. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു അതിന്റെ ലീഫ് തന്നെ ഒരു പ്രത്യേകത അല്ലേ? ഇത് ഡെൻഡ്രോബിയത്തിന്റെ ഫാർമേരി യെല്ലോ. നല്ല കൊലയാണ്. ഇതിന്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ ലീഫ് എന്താ ഇങ്ങനെ ഒരു അല്ലേ? ഇതിങ്ങനെ ഇവിടെ ഈ സ്റ്റെമ്മ് നല്ല കട്ടി വന്നതിന് ശേഷമാണ് ഫ്ലവർ വരുന്നത്. ലീഫൊക്കെ പൊഴിഞ്ഞു പോയതിന് ശേഷമാണ് ഇതിന് ഫ്ലവർ കൂടുതൽ വരാറുള്ളത് കേട്ടോ. ഓക്കെ. ഈ ഇരിക്കുന്ന ഇത്രയും കാറ്റ്ലിയയുടെ പ്ലാന്റുകളാണ് കേട്ടോ. ഇത് ഇത്രയും കാറ്റ്ലിയ. ഇതിൽ ഈ 1-2 മാത്രമേ ഉൺസീഡേ ഉള്ളൂ. ബാക്കിയെല്ലാം കാറ്റ്ലിയാണ് ഈ ഇരിക്കുന്ന ഇത്രയും. ഓക്കെ. ഇത് ഇവിടെ ഈ ഒരു നമ്മുടെ മറ്റേ ഈ ഒരു ലോങ് ലീഫ് വരുന്നത് ഇതും കാറ്റ്ലിയാണ്. കാറ്റ്ലിയാണല്ലേ? കാറ്റ്ലിയയുടെ ഒരു നല്ലൊരു വെറൈറ്റിയാണ്. ഇത് വയലറ്റ് ഷെയ്ഡാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത്. ഓക്കെ. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്ലവർ വന്നതാണ്. ഫ്ലവർ കഴിഞ്ഞാണ്. പക്ഷെ അതിന്റെ വേര് നമുക്ക് കറക്റ്റ്. ഈ ഇരിക്കുന്നതൊക്കെ സീഡ്ലിങ്സ് ആണല്ലേ? ചെറിയ പ്ലാന്റ്സ് അല്ലേ? ചെറിയ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കും അല്ലേ? ഇതാണ് സീഡ്ലിങ്സിന്റെ സൈസ്. അതെ, സീഡ്ലിംഗ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സും മൾട്ടി ഷൂട്ട്സ് ആണല്ലേ മിക്കതും. ഏകദേശം ബ്ലൂമിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടല്ലേ എല്ലാം? ഇതിലൊക്കെ ബഡ് വരുന്നുണ്ടോ കണ്ടോ? ഓക്കെ. സീഡ്ലിങ്സിന്റെ സൈസ് വരുന്ന കേട്ടോ. സീഡ്ലിങ്സ് ആണ് കേട്ടോ. പക്ഷെ നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നല്ല മൾട്ടി ഷൂട്ട്സ് ഒക്കെ ഉള്ള നല്ല അടിപൊളി പ്ലാന്റ്സ്, ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം. നല്ല എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ സിന്ധു ഇവൻസ് എന്നാണ് ആ ഗ്രൂപ്പിന് പേര് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സിന്ധു ഇവൻസ് എന്ന യൂട്യൂബ് ചാനലുണ്ട്. ചാനൽ ഇപ്പോൾ 1 വർഷം അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ 1 വർഷം തികയാണ്. അപ്പം ഞാൻ നല്ലൊരു കോംബോ ഓഫറൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ലൊരു ഓഫർ സെയിൽ ഇടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സീഡ്ലിങ്സിന്റെ സൈസുകളാണ്. ഇതൊക്കെ ഞാൻ നല്ല കോംബോ ഓഫറിൽ കൊടുക്കും കേട്ടോ. ഹോൾസെയിൽ റേറ്റിലൊക്കെയാണ് ഞാൻ ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ എല്ലാ അപ്ഡേറ്റും കിട്ടും അല്ലേ? കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ചേച്ചിയെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചേച്ചി ഓർക്കിഡ്സിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ആ ഒരു ആനിവേഴ്സറി സെയിൽ നിങ്ങൾക്ക് എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് കേട്ടോ ചേച്ചി കോംബോ ഓഫറിൽ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ നല്ല ഓഫർ ഇട്ടിട്ട് ഇതൊക്കെ മിക്കവാറും ഞാൻ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കൊടുക്കും അല്ലേ? ഓക്കെ. ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഒരുപാട് പേരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? യൂട്യൂബ് ചാനൽ സിന്ധു ഇവൻസ് എന്ന് തന്നെയല്ലേ? അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതുകൂടി എല്ലാവരും ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ചേച്ചീനെ. ഇതൊക്കെ സീലിംഗ് സ്പെഷ്യൽ വെറൈറ്റിയുടെ സീലിംഗ്സ് ആണ് കേട്ടോ. ഓക്കെ. ഇതിന്റെ മാത്രമാണ് സൈസ് അല്പം ഒരു ചെറുത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇപ്പൊ നേരത്തെ കാണിച്ചത്രേ ഉണ്ടല്ലേ? ഹാഫ് മെച്ചൂർ ആണ്. ഇതിലും വലുതുണ്ടോ? ഞാൻ ഇപ്പൊ വലുത് നോക്കിയിട്ട് എടുത്തിട്ടില്ല. ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയ ഒരു 3 വെറൈറ്റിയുടെ ആണ് ഞാൻ എടുത്തത്. ഈ ഒരു ഇതിലിരിക്കുന്ന ഈ ട്രേയിലിരിക്കുന്ന മാത്രമാണ് സ്പെഷ്യൽ വെറൈറ്റിയുടെ ഇരിക്കുന്നത്. അത് സീഡ്ലിങ്സിന് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ചെറിയ തൈ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. ബാക്കിയൊക്കെ ഇത് കണ്ടോ നോക്ക്. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിലും വെക്കാം അല്ലേ? സെപ്പറേറ്റ് ചെയ്യത്തില്ല അല്ല, വാങ്ങുന്നവർക്ക് അല്ലേ? വാങ്ങുന്നവർക്ക് 2 പ്ലാന്റ് ആക്കാം അല്ലേ? ഷൂട്ട്സ് അനുസരിച്ചിട്ട് മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം. ചേച്ചി പറഞ്ഞത് ചേച്ചി ഇപ്പോൾ മൾട്ടി ഷൂട്ട്സ് വരുന്നതൊന്നും സെപ്പറേറ്റ് ചെയ്ത് അല്ലേ, അധികം ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ സീഡ്ലിങ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ 2-3 തൈകളുള്ള ഒരു സ്റ്റെം ഇങ്ങനെ പൊട്ടി ഇതിൽ തൂങ്ങിക്കിടപ്പുണ്ടാവും. ഓക്കെ, മനസ്സിലായിട്ട് അതുപോലെ ഞാൻ എടുക്കത്തില്ല. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അത് അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇതിനെയൊക്കെ പൊളിച്ചു മാറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ലാഭമൊന്നും എനിക്ക് വേണ്ട. ഇത് ലാഭത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതല്ല. ഞങ്ങൾക്ക് 2 പേർക്ക്, ഞാൻ ഹസ്ബൻഡ് മാത്രമല്ല, പാഷനാണ്. അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ആദ്യം
വാങ്ങിച്ചത്. പിന്നെ ഇപ്പോൾ ഒരുപാടായപ്പം പിന്നെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അപ്പോൾ ഒന്ന് സെയിലിനിടാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സെയിലിനിട്ടിട്ടുള്ളത്. അതും ഒരു സന്തോഷം. അതെ, വലിയ പോട്ടിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ചേച്ചിയുടെ കളക്ഷൻസ് ആണല്ലേ? മൺചട്ടിയിലുള്ളതൊന്നും സെയിലിനുള്ളതല്ല. അത് എല്ലാ ചെടിപ്രേമികൾക്കും ഉണ്ടല്ലോ അല്ലേ? ഇനി അത് എത്ര വില തരാന്ന് പറഞ്ഞാലും നമ്മളതൊന്നും കൊടുക്കൂല. ഇപ്പൊ ഇതിൽ പോട്ട് ചെയ്തിരിക്കുന്ന ഒന്നും സെയിലിനല്ല. പിന്നെ ആ 2 സ്റ്റാൻഡിലിരിക്കുന്ന 3 സ്റ്റാൻഡിലുള്ളത് കംപ്ലീറ്റും സെയിലിനുള്ളതാണ്. സീഡ്ലിങ്സും എല്ലാം സ്റ്റാൻഡിലെ കംപ്ലീറ്റ് സീഡ്ലിംഗ് സെയിലിലാണ്. പക്ഷെ ഇതില് കസ്റ്റമർ വരുന്നതനുസരിച്ച് ഞാൻ സെയിൽ ചെയ്യും കേട്ടോ. അല്ലാതെ ഇപ്പൊ സെയിലിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിരിക്കുന്നതല്ല. കസ്റ്റമർ വരുന്ന അനുസരിച്ച് ഇപ്പം ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന ആൾക്കാർ കൊണ്ടുപോകാറുണ്ടല്ലേ? ഇപ്പൊ ആലപ്പുഴയിൽ നിന്നൊക്കെ ഒരു മേടമൊക്കെ വരാറുണ്ടായിരുന്നു ഇവിടെ. അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. അവരിപ്പോ 5 പ്രാവശ്യം പർച്ചേസ് ചെയ്തു. 1 പ്രാവശ്യം വന്ന് കളക്ട് ചെയ്തു. ഒരുപാട് പ്ലാന്റ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി. അവർക്ക് ഇത് കണ്ടപ്പോ വീഡിയോ കണ്ടപ്പോഴേക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് വന്ന് കാണാൻ വന്ന് കണ്ട് 8 പ്ലാന്റ്സ് ഡെൻഡ്രോബിയത്തിന്റെ ബ്ലൂം സ്റ്റേജ് കൊണ്ടുപോയി. മൊക്കാറയുടെ വെറൈറ്റി കേട്ടോ, മൊക്കാറ. ഓക്കെ, ഞാൻ പേരൊക്കെ കേട്ടിട്ടുള്ളൂ. എനിക്ക് ഓർക്കിഡ്സിന്റെ ആ ഒരു ക്രൈസ് ഇതേവരെ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഒരുമിച്ച് കാണുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാറുണ്ടോ? ഇത് ഡെൻഡ്രോബിയത്തിന്റെ യെല്ലോ റാബിറ്റ് സ്റ്റാർ. അതിന്റെ ഫ്ലവർ നോക്കി എന്ത് ഭംഗിയാന്ന് കണ്ടോ. ഫ്ലവർ ഇതൊക്കെ ഫസ്റ്റ് ഫ്ലവർ ആവട്ടോ. സെയിൽ പ്ലാന്റ് ആണോ? ഇത് സെയിൽ അന്യായ സൈസ് തന്നെ അല്ലേ? ഇത് സീസൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിക്കും അല്ലേ? ചീടെന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ. ബഡൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്ലാന്റിന്റെ സൈസ് തന്നെ കാണുമ്പോഴത്തേക്ക് അതെ അത്ര നല്ല ബുഷിയായിട്ടുള്ള നല്ല ഓർക്കിഡ് ലവേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും വന്ന് ചേച്ചിയുടെ ഞാൻ കാണിച്ചാൽ മതി. ഇവർക്ക് പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, അറിയാം. പക്ഷെ എനിക്ക് എല്ലാത്തിന്റെ ഒന്നും പേര് സത്യത്തിൽ അറിയില്ല. ഇത്രയും വെറൈറ്റീസ് ഇരിക്കുമ്പോ നമുക്ക് പെട്ടെന്നല്ല അല്ലേ മനസ്സിലാവില്ല. ടാഗ് നോക്കിയിട്ട് മാത്രമാണ് ഇതിന്റെ പേര് പറഞ്ഞത്. എനിക്ക് അല്ലാതെ പേരൊന്നും അറിഞ്ഞൂടാ. പഠിച്ചു വരുന്നത് ഇഷ്ടം കൊണ്ട് ആദ്യം കുറെ വാങ്ങി അല്ലേ? പിന്നെ അതിൽ നിന്ന് കുറച്ച് കൂടിയപ്പോൾ കൊടുക്കാന്ന് കരുതി. ഇത് ഹൈബ്രിഡ് ഡിസ്കളറിന്റെ ഒരു വെറൈറ്റി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ ആലപ്പുഴയിൽ നിന്നൊക്കെ ഇവിടെ ആൾ വന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. ഉറപ്പായിട്ടും നല്ല വർത്തായിരിക്കും. നല്ല അടിപൊളി സീഡ്ലിങ്സ് ആണ്. സീഡ്ലിങ്സ് മാത്രമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ, സെയിൽ പ്ലാന്റ്സ്. ഞാനിപ്പോൾ ചേച്ചി തന്നെ ഇപ്പോൾ കാണിച്ചല്ലോ ഒരുപാട് പ്ലാന്റ്സ്. ഇതേ നോക്കിക്കേ, കണ്ടോ ഇത്രത്തോളം വലിയ പ്ലാന്റ്സ് ആണ്. നല്ല വലിയ പ്ലാന്റ്സ് ആണ് ചേച്ചിയുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ ഡെൻഡ്രോബിയത്തിന്റെ ഇപ്പൊ സെയിൽ പ്ലാന്റിന്റെ സൈസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ ബഡ് വന്നിട്ടുണ്ട്. പ്ലാന്റിന്റെ സൈസ് കണ്ടോ, സ്റ്റെമ്മിന്റെ ഒക്കെ കട്ടി കണ്ടോ. കൊടിജീരി അങ്ങനെ എന്തോ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ഒക്കെ പേര് പറയാൻ ഇച്ചിരി പാടാണ്. ഇതൊക്കെ സ്പേഷ്യസ് ആണ്. ഇതൊക്കെ അതിന്റെ പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ പ്ലാന്റ് സൈസ് ചെറുതായിരിക്കും. ഇത് ക്യാൻഡി എന്ന് പറഞ്ഞ ഒരു സ്പേഷ്യസ് വെറൈറ്റി. ഈ ഐറ്റം ഞാൻ പണ്ട് ഇങ്ങനെ അല്ലേ, പണ്ടത്തെ കോമൺ രീതിയിലുള്ള നല്ല ഭംഗിയാണ് കാണാന്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു പ്ലാന്റ് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്ലവർ കഴിഞ്ഞിപ്പോ ഒരുപാട് നാളായി അത്. ഇതൊക്കെ അതിന്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം ഇപ്പം വലിപ്പം വെച്ച ചെറിയതായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഒരു സ്പേഷ്യസ് വെറൈറ്റിയാണ്, ഗോൾഡൻ ആയ. ഇതിനൊക്കെ പ്ലാന്റ് സൈസ് ഇത്രേ വരത്തുള്ളൂ. ഫ്ലവർ യെല്ലോ കളറാണ്. ഇതിന് ഏറ്റവും പറ്റിയ ക്ലൈമറ്റ് ഏതാണ് നമ്മുടെ? ഇപ്പൊ ഈ മഴ സീസൺ നല്ലതാണോ? മഴ സീസൺ ആണ് ഇതിന് ഏറ്റവും നല്ലത്. 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇപ്പൊ ഈ ഷെഡ് ചെയ്ത് ഇതിലോട്ട് വെക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഇപ്പൊ നന്നായിട്ട് പൂക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഗ്രീൻ നെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലതല്ലേ? ഇതിലുള്ള ഒരു 50% സൺലൈറ്റും ആ ഒരു ചൂടും ഒക്കെ ഇതിന് അത്യാവശ്യമാണ്. നമ്മൾ പുറത്ത് നമ്മുടെ ആ ഷീറ്റിന്റെ അടിയിലൊക്കെ വെച്ച സമയത്ത് എന്റെ പ്ലാന്റ് ഒന്നും ശരിയാകുന്നില്ല. സീഡ്ലിംഗ് എല്ലാം ഒരുപാട് പോയി. പക്ഷെ അന്ന് അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് പ്ലാന്റുകളൊക്കെ ആയിരിക്കുന്നു. ഹെൽത്തി ഇല്ലാതിരിക്കുന്നത് കുറച്ചൊന്ന് ഉഷാറായതാ കേട്ടോ. ഇനിയിപ്പോ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഇതെങ്ങനെയാ പോട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ പുതിയതായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഒരു സംശയം കാണുമല്ലോ. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വാങ്ങി വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് കൂടി ഒന്ന് ചേച്ചി ഒന്ന് പറയുമോ? നമുക്ക് സീഡ്ലിംഗ് ഇങ്ങനെയാണല്ലോ കിട്ടുന്നത്. ഇങ്ങനെ സീഡ്ലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഈ കട്ട ഇതൊന്നും ഇളക്കി കളയണ്ട. ഇളക്കി കളയാതെ ഞാൻ ആദ്യം കരി ഇട്ടിട്ടാണ് പോട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പം നമുക്ക് റൂട്ട് പിടിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് ഈ ഫൈബർ ഉണ്ടല്ലോ, ചകിരിയുടെ നാര്, ഈ ചകിരി നാര് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അങ്ങ് പൊതിയണം. ഈ ചകിരി നാര് നമ്മുടെ വീട്ടിലുള്ള
അല്ല, ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഓക്കെ, മേടിക്കാൻ കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ചകിരിനാരി പോയിട്ട് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ചകിരിനാരി പോയതിന് ശേഷം ഇത് നന്നായിട്ട് ചുറ്റിയതിന് ശേഷം ഇത് കണ്ടോ, ഈ പോട്ടിലോട്ട് ഇതിനെ നല്ല ടൈറ്റായിട്ട് ഇറക്കി വെക്കണം. ഇത് കണ്ടോ, പോവില്ല. നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് പോകരുത്. ഓക്കെ, നല്ല ടൈറ്റായിട്ട് പോട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ട് വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാം ഞാൻ അങ്ങനെയാണ് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പം ഞാൻ സെയിലിന് വേണ്ടി പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഞാൻ ചകിരി നാരിലാണ് ഞാൻ പോട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് കഴിഞ്ഞ മാസം വന്ന സീഡ്ലിങ്സിൻ്റെ സെയിൽ കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ റൂട്ടൊക്കെ വന്നിരിക്കുന്നുണ്ടോ, 1 മാസം ആയതേ ഉള്ളൂ. കണ്ടോ, കരി പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റൂട്ട് വരത്തില്ല. റൂട്ട് വരാൻ 1 വർഷമെങ്കിലും എടുക്കും ശരിക്കും. ഇതൊക്കെ കണ്ടോ, ഇപ്പൊ പുതിയ റൂട്ടുകൾ വരുന്നത് കണ്ടോ. കണ്ടോ, ഇപ്പൊ പുറത്തൊക്കെ ചാടിയത്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മറ്റേ കരിയുടെ കഷ്ണവും ഓടിന്റെ കഷ്ണം ഇതൊക്കെ വെച്ചിട്ടാണ് അല്ലേ പോട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും നല്ല ഗ്രോത്ത് നമുക്ക് ഈ ഒരു ചകിരി ചെയ്യുമ്പോൾ കിട്ടും. പെട്ടെന്ന് റൂട്ട് പിടിക്കാൻ പെട്ടെന്ന് കിട്ടും. ബെസ്റ്റ് ആണിത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ്ലിംഗ് വേണം ഞാൻ കാണിക്കാൻ. ഇന്നും ഒന്നും ആകാതെ നിപ്പുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ മാസം വന്ന സെയിലിന്റെ ബാക്കി വന്ന പ്ലാന്റ്. ഇതും ഒക്കാരയുടെ കട്ടിങ്സ് നമുക്ക് വന്നാൽ നമുക്ക് വരുമ്പോൾ ഇതുപോലെ റൂട്ടൊന്നും കാണത്തില്ല. കട്ടിങ്സ് മാത്രമേ. ഇപ്പം ഞാനിത് ഫൈബറിൽ വെച്ചിട്ട് 2 മാസമായ പ്ലാന്റ്സ് ആണിത്. 2 മാസമായപ്പോഴത്തെ ഇതിൻ്റെ റൂട്ടൊക്കെ കണ്ടോ, കംപ്ലീറ്റ് ഇതിൻ്റെ പുറം കണ്ടോ. ഓക്കെ, അപ്പോൾ അതൊരു അടിപൊളി ടിപ്പാണ് ചേച്ചി. എക്സാമ്പിളും അത് വെച്ച് ചേച്ചി സക്സസ് ആയിട്ടുള്ളതും എല്ലാം കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊക്കെ മൊക്കാരയുടെ കട്ടിങ്സ് ഞാൻ കണ്ടോ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാനിപ്പോൾ സെയിലിന് കൊടുക്കുന്നത്. എല്ലാ റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ ഈ ഓർക്കിഡ് ദേ അവിടെ വെച്ചിട്ട് കുറച്ച് റൂട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നമുക്കങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് പൊട്ട് ചെയ്യാം. ഇതിപ്പോൾ നമുക്കിത് കണ്ടോ, ഈ റൂട്ടോട് കൂടി ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് തൈകളാക്കാം. എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കട്ട് ചെയ്യാതെ അങ്ങനെ വിട്ടിരിക്കാം. ഇത് ഇവിടുന്ന് കട്ട് ചെയ്യും, ഇവിടെ നടത്തി എടുക്കുമ്പോഴത്തേക്കിന് ഈ സ്റ്റെമ്മിലായിരിക്കും ഈ റൂട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊരു ചെടിയാക്കാം നമുക്ക്. സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെടികളാക്കുന്നത്. ഈ ഓർക്കിഡ്സ് വെറൈറ്റീസ് നമുക്ക് ദേ ഇതുപോലുള്ള ടെറാക്കോട്ട ചട്ടികളിലും വെക്കാം കേട്ടോ. അതും ദേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചേച്ചി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ വേണേലും വെക്കാം. ദേ ചേച്ചി പല പല പരീക്ഷണങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫൈബറിൽ പോട്ട് ചെയ്യുന്നതിന്റെ ഗുണം മനസ്സിലായി. ഇതൊക്കെ കഴിഞ്ഞ മാസത്തെ പ്ലാന്റുകളാണ് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതെ, നമ്മൾ ചട്ടിയിൽ കരിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇത് റൂട്ടൊന്നും വരത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് ഞാൻ ചെയ്ത്. അതേപോലെ തന്നെ വെർട്ടിക്കൽ പോട്ടിൽ നമുക്ക് വെക്കാം അല്ലേ. വെർട്ടിക്കൽ പോട്ടിൽ ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ മാസം പോട്ട് ചെയ്ത് വെച്ചതാ കേട്ടോ. നോക്കിയേ, അത്രത്തോളം റൂട്ട്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം. വളപ്രയോഗം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓർക്കിഡ്സിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓർക്കിഡ് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് നമ്മുടെ MPKയുടെ 30-10-10 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം നല്ല ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് റൂട്ടും ലിപ്സ് എല്ലാം ഫുള്ളായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സീഡ്ലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റൂട്ട് പിടിച്ച് വരുന്ന സമയം നമുക്ക് 30-10-10 13, 27 ഫ്ലവറിങ്ങിന്. പിന്നെ NPKയുടെ തന്നെ 19 നമുക്ക് കൊടുക്കാം. വീക്കിലി 1 ടൈംസേ കൊടുക്കാൻ പാടുള്ളൂ. അളവ് കുറഞ്ഞാലും കൂടരുത്. സീഡ്ലിങ്സിനൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരു 2.5 ഗ്രാം കൊടുത്താൽ മതി. ഇനി നമുക്ക് വീടിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഒരു സൈഡ് കൂടിയുണ്ട്. അവിടെ ഇതുപോലെ ഇവിടെ ബ്ലാക്ക് നെറ്റാ അല്ലേ മേളിൽ അടിച്ചേക്കുന്നത്. ഇവിടെ വാൻ്റെയാണ് കേട്ടോ. എന്താ ഒരു ഭംഗിയല്ലേ. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണല്ലേ ചേച്ചി. അയ്യോ അതെ, ഈ ഫ്ലവർ നോക്കിക്കേ. ഓ എന്ത് സൂപ്പറാ അല്ലേ. അടുത്തത് നമ്മളിനി കാണാൻ പോകുന്ന സിന്ധു ചേച്ചിയുടെ വാൻ്റയുടെ കളക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ചേച്ചി തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. 60 കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, കുറച്ച് ഇതിലൊക്കെ ബഡുള്ളതും ഫ്ലവർ ഉള്ളതും ഒക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ബ്ലൂം സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഓക്കെ, എല്ലാം നല്ല. ഇത് ഒരു വെറൈറ്റിയാണ്, ഒരു ഹൈബ്രിഡ് പീച്ച് യെല്ലോ ഒരു വെറൈറ്റിയാണ്. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു പോട്ടിൽ വെച്ച് കൊടുത്താൽ മതിയാവും അല്ലേ? അല്ല, ഇത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ചെറിയ തൈകൾ ഇതുണ്ടോ, ഇതുപോലെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു സ്പെഷ്യൽ പറയും. ഇതൊക്കെ ഇച്ചിരി റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആട്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് ഇത്രയേ ഉള്ളൂ.
ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് പീച്ച് യെല്ലോ. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ബഡ് വന്നതാണ്. നിറയെ തൈകളൊക്കെ വരുന്നുണ്ട്, നല്ല റൂട്ട്സ് ഒക്കെ ഉള്ള നല്ല പ്ലാന്റ്സ് ആണ്. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടാൽ മതി. ഇതിന് പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ട് വാൻഡയ്ക്ക് ഒരു കെയറിങ്ങും വേണ്ട. ഏറ്റവും ഇഷ്ടം വാൻഡ ഓർക്കിഡ്സ് ആണ്. പിന്നെ നമ്മൾ അടിയിൽ വെള്ളം വെച്ച് കൊടുക്കണം. കണ്ടോ ഇതിനൊക്കെ റൂട്ട് വരുന്നത് കണ്ടോ? നമുക്ക് കിട്ടുമ്പോൾ എല്ലാം ഉണങ്ങിയ റൂട്ടേ കാണത്തുള്ളൂ, നമുക്ക് ഫ്രഷ് റൂട്ട് ഒന്നും കാണത്തില്ല. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ റൂട്ട്സുകൾ നോക്കി ഇത്രത്തോളം ലോങ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ ഹെൽത്തി. ഈ ടിപ്പുള്ള ഈ ഗ്രീൻ ടിപ്പുള്ള റൂട്ട്സ് ആണ് ഈ പ്ലാന്റിൻ്റെ ഹെൽത്തി എന്ന് പറയുന്നത്. ഈ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, ഞാൻ വിചാരിച്ചു നനയ്ക്കാൻ വെച്ചിരിക്കുന്നതായിരിക്കും എന്ന് കരുതി. ഈ അടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമിഡിറ്റി ആണല്ലോ ആവശ്യം. അപ്പൊ ഈ ഗ്രീൻ ടിപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിന്റെ നേരെ മേളിൽ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള റൂട്ട്സുകൾ ഇങ്ങനെയുള്ള റൂട്ട്സുകൾ വന്നാൽ മാത്രമാണ് ഈ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ റൂട്ട്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുക്കും. മഴ സമയത്ത് നമ്മളൊരു 3-4 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒന്നരാടം നമുക്ക് സമയം പോലെ. എനിക്കിപ്പോൾ ഇത്രയും പ്ലാന്റ്സ് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്നരാടമൊക്കെയാണ് ഇപ്പം നനയ്ക്കത്തുള്ളൂ. ഏതാ ഇതിന്റെ ലീഫ് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിന്റെ ലീഫൊക്കെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഈ വെള്ളം താഴെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിനുള്ള ആഹാരമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ കോട്ടിംഗ് ആയിട്ടൊന്നും വേണ്ട. ഇതിന്റെ റൂട്ട്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ, ഇങ്ങനെ ഹാങ് ആയിട്ട് നല്ല പച്ചപ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. പിന്നെ നമുക്ക് ഇതിന് വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇത്. കണ്ടോ സ്പോഞ്ച് വെച്ച് കൊടുക്കും അല്ലേ? സ്പോഞ്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നനയ്ക്കുമ്പോഴത്തേന് ആ നനവ് കുറച്ച് സമയം അവിടെ നിൽക്കും, ഹ്യൂമിഡിറ്റി പോവില്ല അല്ലേ? കണ്ടോ ഇതിന്റെയൊക്കെ റൂട്ട്സ് ഒക്കെ നോക്കി കണ്ടോ, നല്ല വലിയ പ്ലാന്റ്സ്. ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റ്സ് ആണോ? ഇത് മദർ പ്ലാന്റ് ആണ്. സെയിൽ പ്ലാന്റ് സൈസുകളാണായിരിക്കും അല്ലേ ഇപ്പുറത്തെ സൈഡിലൊക്കെ പ്ലാന്റ്. ഇപ്പൊ ഇത് ചോദിച്ചാലും ഞാൻ കൊടുക്കും കേട്ടോ, കൊടുക്കും. കസ്റ്റമർക്ക് ഇഷ്ടമുള്ളത് വേണ്ട നമ്മൾ കൊടുക്കാൻ. അതെ അതെ, ഇതുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള. വാൻഡ ഫ്ലവർ ഇല്ലെങ്കിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ? അതെ, ഇതൊക്കെ കണ്ടു ഇതിൻ്റെയൊക്കെ റൂട്ടും ഇതിനൊക്കെ എത്ര തൈകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത്. നമ്മൾ ഈ റൂട്ട്സ് ക്രോപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല, ഒന്നും ചെയ്യണ്ട. ഇത് പിന്നെ വാൻഡയുടെ നല്ലൊരു വെറൈറ്റിയാണ്. ഫ്ലവറും നല്ല ഭംഗിയാണ്. റിംഗോ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. എൻ്റെ നല്ല ഭയങ്കര കൊലയായിട്ടുള്ള ഫ്ലവറാണ്, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്ലവറാണ്. ഇതെനിക്ക് ഇപ്പം ഫ്ലവർ വന്നതാണ് ഇവിടെ വന്നതിന് ശേഷം. ഇതിനും ഫെർട്ടിലൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സെയിം തന്നെ, സെയിം ഓർക്കിഡിന് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതിയാവും അല്ലേ? പിന്നെ വാൻഡയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ റൂട്ട് മാത്രം നനച്ചാൽ മതി. ഇല നനയ്ക്കണ്ട, ഇലയും സ്റ്റെമ്മൊന്നും നനയ്ക്കണ്ട. ഞാൻ ഒരു ഏകദേശം ഈ ഒരു പകുതിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് താഴോട്ട് നനയ്ക്കും. എന്താ ചോദിച്ചാൽ ഇതിന്റെ കൂമ്പിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പൊ ഈ റൂട്ടാണ് നമ്മൾ എപ്പോഴും നനച്ചു വിടേണ്ടത്. റൂട്ട് ഓസ് പിടിച്ചിട്ട് നല്ല നനയ്ക്കുമ്പോഴത്തേന് ഈ ഉണങ്ങിയ റൂട്ടിനല്ല ഒരു നല്ല പച്ച കളർ വരും. ആ പച്ച കളർ വരുമ്പോൾ ശരിക്കും ഇത് നനഞ്ഞു. ഇപ്പൊ ഈ ഉണങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ കുറച്ച് നല്ലോണം വെള്ളം ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിന്റെ റൂട്ടൊക്കെ നല്ല പച്ച കളറിൽ വരും. അപ്പോൾ ഓർക്കിഡിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ പ്ലാന്റ്സ് പാരഡൈസ് ബൈ സുലു എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സിന്ധു ചേച്ചിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? വാട്സപ്പ് വഴിയല്ലേ കോൺടാക്ട്? വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാൻ, കൊറിയർ വഴി അയച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഡയറക്റ്റ് ഇഷ്ടപ്പെട്ട പ്ലാന്റ് നോക്കി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണുന്നതുവരേക്കും ബൈ ബൈ.